ഞാൻ ഡോക്ടർ കെ മാത്യു ജെയിംസ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റാണ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഗ്ലോക്കോമ, സ്ക്വിൻറ്റ് അഥവാ കോങ്കണ്ണ്, പിന്നെ തിമിര ശസ്ത്രക്രിയയിലുമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥ പലർക്കും സുപരിചിതമാണെങ്കിലും അതിൽ എന്താണ് രോഗിക്ക് സംഭവിക്കുന്നത്, അതിന് എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ, ഇത് പലവർക്കും ഒരു ഡൗട്ട്ഫുൾ കണ്ടീഷനിലാണ്. ഗ്ലോക്കോമ എന്നത് കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്ന ഒരവസ്ഥയാണ്. കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ എങ്ങനെ കൂടുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കണ്ണിനെ നമുക്ക് ഒരു ബലൂണായി സങ്കല്പിക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരു ബലൂൺ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പമ്പ് ഉപയോഗിച്ച് പ്രഷറൈസ് ചെയ്ത് കാറ്റ് ഒരു ബലൂണിലേക്ക് നിറയ്ക്കുന്നു. ആ കാറ്റ് നിറച്ച് കഴിയുമ്പോൾ ബലൂണിന് ഒരു ഷേപ്പ് കിട്ടുന്നു. അതേപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ബലൂണിൻ്റെ ഉള്ളിൽ കാറ്റാണെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് ആണ് കണ്ണിന് ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രഷറാണ് കണ്ണിൻ്റെ ഉള്ളിലുള്ള നോർമൽ ഐയുടെ പ്രഷർ. ചില സമയത്ത് ഈ പ്രഷർ കണ്ണിൻ്റെ ഉള്ളിൽ കൂടാൻ ഇടവരുന്നു. ഈ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്നത് കണ്ണിൻ്റെ ഞരമ്പുകളിലേക്കുള്ള രക്തോട്ടം കുറയുക, അതേപോലെ തന്നെ കണ്ണിൻ്റെ ഞരമ്പുകൾ പതിയെ പതിയെ ക്ഷയിക്കാൻ തുടങ്ങുക, ഡാമേജ് വരിക. അതുകൊണ്ട് കാഴ്ചയെ അത് ബാധിക്കാൻ തുടങ്ങുന്നു. ഒരു ബലൂണിൻ്റെ ഉള്ളിലുള്ള ഒരു വായു, കാറ്റ്, അത് നിശ്ചലമാണ്. അത് പുറത്തോട്ട് പോവുകയോ അല്ലെങ്കിൽ പുതിയ കാറ്റ് ഉള്ളിലോട്ട് വരികയോ പിന്നെ ചെയ്യുന്നില്ല. പക്ഷേ കണ്ണിൻ്റെ ഉള്ളിൽ ഉള്ള ഫ്ലൂയിഡ് അത് കണ്ടിന്യൂസ് സർക്കുലേഷനിലാണ്. നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രക്തധമനികളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡും നിരന്തരമായി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് പോകുന്ന ദ്വാരങ്ങൾ അടഞ്ഞു പോകാൻ എന്തെങ്കിലും രീതിയിൽ കാരണമാകുകയാണെങ്കിൽ ആ സമയത്താണ് കണ്ണിൻ്റെ ഉള്ളിൽ ഈ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാൻ തുടങ്ങുന്നു. അതിനുള്ളിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. ഈ പോകുന്ന കുഞ്ഞു ദ്വാരങ്ങളെയാണ് ട്രബക്കുലർ മെഷ്വർക്ക് എന്ന് പറയുന്നത്. ഈ അസുഖം രണ്ട് വിധത്തിലാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഒന്ന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, അല്ലെങ്കിൽ രണ്ടാമത്തത് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ. അതിലേക്ക് കൂടുതൽ കിടക്കുന്നതിന് മുമ്പ് എന്ത് ലക്ഷണങ്ങളാണ് ഈ രോഗികളിൽ ഉണ്ടാകുക എന്ന് ഞാൻ വിവരിക്കാം. രോഗലക്ഷണങ്ങൾ ഗ്ലോക്കോമയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രോഗാവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വൈകുന്നു. കൂടുതൽ ആൾക്കാരും 80% ഓഫ് ദ പോപ്പുലേഷൻ, ഗ്ലോക്കോമയുള്ള പോപ്പുലേഷനും ഗ്ലോക്കോമ ഉണ്ട് എന്ന് അറിയുന്നത് ഒരു ഡോക്ടറെ സന്ദർശിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോൾ ബോഡി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പമായി കണ്ണ് പരിശോധിക്കുമ്പോഴാണ് കണ്ണിൽ ഗ്ലോക്കോമ ഉണ്ട് എന്നൊരു വസ്തുത മനസ്സിലാക്കുന്നത്. ഈ ഗ്ലോക്കോമ ഉണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാകുന്ന റിസൾട്ടുകൾ അനുസരിച്ചാണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നത്. ചുരുക്കം ചില രോഗികളിൽ മാത്രം കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ സഡനായി റൈസ് ചെയ്യും. അങ്ങനെ റൈസ് ചെയ്യുന്ന അസുഖത്തെയാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ. ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ അതിനകത്ത് ഒരു ടൈപ്പാണ് ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ, അല്ലെങ്കിൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമയിൽ പ്രഷർ സഡനായിട്ട് റൈസ് ചെയ്യുന്നതുകൊണ്ടാണ് രോഗികൾക്ക് ചില സമയത്ത് സിംറ്റംസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ സിംറ്റംസ് പലപ്പോഴും കണ്ണിനുള്ളിലുള്ള വേദന, തലവേദന, ഛർദി, കണ്ണ് ചുമക്കുക, കാഴ്ചയിലുള്ള മങ്ങൽ, ഇങ്ങനെ പലതുമായി ആണ് രോഗികൾ സാധാരണ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഈ രോഗികൾ ഒന്നല്ലെങ്കിൽ കണ്ണിൻ്റെ ഡോക്ടറെ ആയിരിക്കും സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ ആയിരിക്കും ഈ തലവേദനയോ കണ്ണുവേദനയോ ആയി സമീപിക്കുന്നത്. ഈ രോഗം കണ്ടുപിടിച്ച് ഉടനെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രഷർ കൂടിയതിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാകാതെ ആ കണ്ണിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. പ്രഷർ കൺട്രോൾ ചെയ്യാതെ നീണ്ടു പോവുകയാണെങ്കിൽ ഈ പ്രഷർ കൂടിയതിൻ്റെ പരിണത ഫലമായി കണ്ണിൻ്റെ ഞരമ്പുകൾ, കാഴ്ചയുടെ ഞരമ്പുകൾ പതിയെ കൂടുതൽ ആവുകയും അതേപോലെ തന്നെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാവുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്ലോക്കോമ എന്നുള്ളത് 80% ഓഫ് കണ്ടീഷൻസിലും രോഗികൾ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണുന്നില്ല എന്ന്. അത് എന്തുകൊണ്ട് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി തരാം. അതിന് ഒരു ഉദാഹരണം വഴി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യന് 1 ഏക്കർ ഭൂമി ഉണ്ടെന്നിരിക്കെ ആ ഭൂമി മറ്റൊരാൾ കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആ ഭൂമിയുടെ നടുഭാഗത്ത് തന്നെ ചെന്ന് അയാൾ ആ ഭാഗം ഞാൻ കൈവശമാക്കി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭൂമിയുടെ ഉടമസ്ഥൻ മനസ്സിലാക്കും, ഇയാൾ എൻ്റെ ഒരു ഭൂമി കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് അയാളെ പുറത്താക്കണമെന്ന്. പക്ഷേ കൈവശമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജസ്റ്റ് ആ ഭൂമിയുടെ അതിര്, അല്ലെങ്കിൽ അതിൻ്റെ വേലി മാത്രം 1 സെൻറ്റ് ഉള്ളിലോട്ട് കയറ്റി വെച്ചു. അങ്ങനെ പതിയെ അതിര് കയ്യേറാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആ ഭൂമിയുടെ അളവ് കുറയുന്നത് തിരിച്ചറിയാൻ വൈകി പോകുന്നു. അതുപോലെ തന്നെയാണ് കണ്ണിൻ്റെ കാഴ്ചയുടെ അതിര്.
ഞാൻ നേരത്തെ പറഞ്ഞു കാഴ്ചയ്ക്ക് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് കാഴ്ച കാണുമ്പോൾ അത് എത്ര വ്യക്തമായി കാണുന്നു, അത് എത്ര ഭംഗിയായി കാണുന്നു ഉള്ളത് അത് വിഷ്വൽ എക്യൂട്ടി എന്ന് പറയും. രണ്ടാമത്തത് കാഴ്ചയ്ക്ക് എത്രമാത്രം അതിരുണ്ട് എന്നുള്ളതും. ആ അതിര് പതിയെ പതിയെ കുറയാൻ തുടങ്ങുമ്പോഴാണ് ഗ്ലോക്കോമ എന്ന വസ്തുത ആരംഭിക്കുന്നത്. കാഴ്ചയുടെ എക്യൂട്ടി അല്ലെങ്കിൽ കാഴ്ചയുടെ വ്യക്തത കുറയാത്തത് കൊണ്ട് രോഗി മനസ്സിലാക്കുന്നതുമില്ല കാഴ്ചയെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. കാഴ്ചയുടെ അതിര് ഒരു വ്യക്തിക്ക് സ്വയമേ അളക്കുവാൻ സാധിക്കുകയില്ല. കാഴ്ചയുടെ അതിര് അളക്കണമെങ്കിൽ അതിന് സ്പെഷ്യലായിട്ടുള്ള ടെസ്റ്റുകൾ, ഇൻവെസ്റ്റിഗേഷൻസ് വേണം. അതുകൊണ്ട് തന്നെ ഒരു രോഗിക്ക് ഗ്ലോക്കോമ സംശയാസ്പദമായി കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ടെസ്റ്റുകൾ ഒന്നല്ലെങ്കിൽ രോഗി സ്വയമേ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ്. ഇതിന് പറയുന്ന ടെസ്റ്റുകൾ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. വിഷ്വൽ ഫീൽഡ് അല്ലെങ്കിൽ കാഴ്ചയുടെ അതിര് എത്ര ഉണ്ട് എന്നുള്ളത് അളന്ന് അത് തിട്ടപ്പെടുത്തുക. അത് കുറവ് ഉണ്ടെങ്കിൽ അതിന് ചികിത്സ ആരംഭിക്കുക. കുറവ് വരുന്നുണ്ടെങ്കിൽ, അത് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചികിത്സയെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. അതിൽ രോഗി ഒരു കമ്പ്യൂട്ടർ മെഷീൻ്റെ ഉള്ളിൽ തൻ്റെ താടി അല്ലെങ്കിൽ തൻ്റെ മുഖം വെച്ച് ആ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന പല പല ലൈറ്റുകൾ കണ്ട് അതിന് ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യുകയാണ്. ഈ റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി രോഗിയുടെ കയ്യിൽ ഒരു ബസർ കൊടുത്തിട്ടുണ്ടാകും. ലൈറ്റ് കാണുമ്പോൾ ബസർ അമർത്തുകയും ലൈറ്റ് കാണാത്തപ്പോൾ ബസർ അമർത്താതിരിക്കുകയാണ് രോഗി ചെയ്യേണ്ടത്. ഇതിലൂടെ കമ്പ്യൂട്ടർ സ്വയമേ ഈ കിട്ടുന്ന റെസ്പോൺസസ് അനുസരിച്ച് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഈ റിസൾട്ട് നമുക്കൊരു പ്രിൻ്റ് ഔട്ടായി ലഭിക്കുന്നു. ഈ പ്രിൻ്റ് ഔട്ടിൽ വിഷ്വൽ ഫീൽഡ് സാധാരണ മറ്റുള്ള വ്യക്തികളിൽ, ആ പ്രായമുള്ള മറ്റുള്ള വ്യക്തികളിൽ എത്രമാത്രം വേണമോ അതിന് അനുപാതികമായി വിഷ്വൽ ഫീൽഡ് ആ ടെസ്റ്റ് ചെയ്യുന്ന രോഗിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് കമ്പ്യൂട്ടർ തന്നെ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നു. അതിനോടൊപ്പം ഡോക്ടറിൻ്റെ ഒരു അനാലിസിസും കൂടെ ആകുമ്പോൾ രോഗിക്ക് ഗ്ലോക്കോമ ഉണ്ടോ അല്ലെങ്കിൽ ഗ്ലോക്കോമ കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അനുമാനിക്കാൻ സാധിക്കുന്നു. ഇത് കൂടാതെ മറ്റുള്ള സ്കാനിങ് ടെക്നിക്സും ഉണ്ട്. കാരണം വിഷ്വൽ ഫീൽഡിൽ ലോസ് വരാൻ അല്ലെങ്കിൽ അതിനകത്ത് ഒരു നഷ്ടമുണ്ടാകാൻ രോഗിക്ക് കുറച്ച് സമയം, പ്രഷർ കൂടി അതിൻ്റെ കുറച്ച് കാലയളവ് കഴിയുമ്പോഴാണ് വിഷ്വൽ ഫീൽഡ് ലോസ് വരുന്നത്. വിഷ്വൽ ഫീൽഡ് ലോസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സയൻസ് ടെക്നോളജി ഒത്തിരി ഡെവലപ്പ് ആയതുകൊണ്ട് വിഷ്വൽ ഫീൽഡിനകത്ത് ലോസ് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഈ അസുഖത്തെ ഡയഗ്നോസ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് സാധിക്കും. അതിന് OCT അല്ലെങ്കിൽ HRT അല്ലെങ്കിൽ GDX എന്ന പേരുള്ള മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അത് ഏത് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ആ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഒരു ഡോക്ടറെ കാണിച്ചാൽ അതിൻ്റെ അനാലിസിസ് വഴി പേഷ്യൻറ്റിന് ഗ്ലോക്കോമ ആരംഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഗ്ലോക്കോമ പ്രോഗ്രസ് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, മരുന്നുകൾ കൂട്ടേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മരുന്ന് തന്നെ തുടർന്നാൽ മതിയോ എന്ന് ഉള്ള ഇൻഫറൻസ് അല്ലെങ്കിൽ അനുമാനിക്കാൻ നമുക്ക് സാധിക്കും. ഗ്ലോക്കോമ ഉണ്ട് എന്നുള്ള വസ്തുത രോഗിയും അതേപോലെ തന്നെ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർക്കും കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള അടുത്ത സ്റ്റെപ്പ് ഈ രോഗിയെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതാണ്. ഗ്ലോക്കോമയ്ക്ക് ഡ്രോപ്സ് മതി, ഡ്രോപ്പ് 1, 2, 3 ഡ്രോപ്സ് വരെ രോഗികൾക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാവുന്നതാണ്. ചുരുക്കം ചിലരിൽ ഈ ഡ്രോപ്സ് ഉപയോഗിച്ചാലും, ഡ്രോപ്സ് എന്ന് ഞാൻ പറയുന്നത് ഐ ഡ്രോപ്സ് ആണ്, കണ്ണിൽ ഉറ്റിക്കുന്ന തുള്ളി മരുന്നുകൾ. ഈ ഡ്രോപ്സ് വഴിയും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയി വരുമ്പോഴാണ് നമ്മൾ ഗുളികകൾ, ഡയമോക്സ് എന്നുള്ള ഗുളികകൾ അല്ലെങ്കിൽ ചില ഇഞ്ചക്ഷനുകൾ IV ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ മാനിറ്റോൾ എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുത്ത് പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. പക്ഷേ ഈ ഇഞ്ചക്ഷൻ മാനിറ്റോളോ ഡയമോക്സോ നമുക്ക് നീണ്ട കാലയളവിലേക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ 3 ഐ ഡ്രോപ്സിൽ മുകളിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു രോഗിക്ക് ഡോക്ടർ പലപ്പോഴും ഒരു സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട്. ഈ സർജറി ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. സർജറി വഴി നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ട് ഈ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, പ്രഷർ കൂടാൻ കാരണമായ ഈ ഫ്ലൂയിഡ് പുറത്തോട്ട് പോകാനുള്ള ഒരു ദ്വാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ദ്വാരം ഉണ്ടാക്കി കൊടുക്കുന്നതിലൂടെ പ്രഷറിനെ ലോ ആക്കാൻ ഡോക്ടറിന് സാധിക്കും. പ്രഷർ ലോ ആവുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു കൊടുക്കാൻ ഡോക്ടർക്ക് സാധിക്കത്തില്ല, പക്ഷേ ഉള്ള കാഴ്ചയെ നിലനിർത്താൻ ഡോക്ടർക്ക് സാധിക്കും. ചുരുക്കം ചിലരിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും 1, 2 തുള്ളിമരുന്നുകൾ വേണ്ടി വന്നേക്കാം. ഈ സർജറിക്ക് പറയുന്ന പേര് ട്രബെക്ലെക്ടമി എന്നാണ്. ഈ സർജറി കൂടാതെ മറ്റെന്ത് ചികിത്സാ രീതി ഗ്ലോക്കോമയ്ക്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ ലേസർ
പ്രൊസീജിയേഴ്സും നമ്മൾ ഗ്ലോക്കോമയ്ക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ ഞാൻ നേരത്തെ വിശ്വസിച്ചതുപോലെ സഡൻ ആയിട്ട് പ്രഷർ റൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ആ സഡൻ ആയിട്ട് പ്രഷർ റൈസ് ചെയ്യുമ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി മറ്റൊരു ദ്വാരം ലേസർ വഴി ഉണ്ടാക്കി കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാൻ ഡോക്ടർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ സഡൻ ആയിട്ട് പ്രഷർ റൈസ് ചെയ്ത് വരുമ്പോൾ ലേസർ വഴി കണ്ണിൻ്റെ ഉള്ളിലുള്ള ബ്രൗൺ കളർ ആയിട്ടുള്ള നമ്മൾ കാണുന്ന സ്ട്രക്ചർ, അതിനെ ഐറിസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഐറിസിൻ്റെ ഉള്ളിൽ ഒരു ദ്വാരം ഉണ്ടാക്കി കൊടുത്താൽ ഉള്ള പ്രഷറിനെ വീണ്ടും കുറയ്ക്കാൻ ഡോക്ടർക്ക് സാധിക്കും. അങ്ങനെയും നമുക്ക് ഈ രോഗത്തെ ചികിത്സിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിൽ ഐ ഡ്രോപ്സ് ഉണ്ട്, ലേസർ പ്രൊസീജിയർ ഉണ്ട്, സർജറി ഉണ്ട്, ട്രബെക്ലെക്ടമി എന്ന സർജറിയും ഉണ്ട്. ഇങ്ങനെ 3 രീതിയിൽ. കൂടാതെ ഫോർ എ ഷോർട്ട് ഇൻ്റർവെൽ പീരിയഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഗുളികകളും ഡൈമോക്സ് എന്നുള്ള ഗുളികയും ഇഞ്ചക്ഷനും വഴി ഇഞ്ചക്ഷൻ മാനറ്റോൾ വഴിയും നമുക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ മറ്റൊരു കാര്യം ഞാൻ ഗ്ലോക്കോമ എല്ലാ പേഷ്യൻസിനും ഒരു അഡ്വൈസായി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ഡോക്ടറെ മരുന്ന് ഉപയോഗിച്ചിട്ട് ഒരു വ്യത്യാസവും എനിക്ക് കാണുന്നില്ലല്ലോ, എനിക്ക് ഒന്നും കൂടുതലായി അനുഭവപ്പെടുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഗ്ലോക്കോമയ്ക്കുള്ള സിംറ്റംസ് ഇല്ലാത്ത പോലെ തന്നെ ഗ്ലോക്കോമ ഡ്രോപ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോഴും വ്യത്യാസങ്ങളൊന്നും പേഷ്യൻറ്റിന് അനുഭവപ്പെടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പനി വന്നു, നമ്മൾ പാരസെറ്റമോൾ കഴിച്ചു അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു, പനി കുറഞ്ഞു. വയറുവേദനയ്ക്കുള്ള ഗുളിക കഴിച്ചു, വയറുവേദന കുറഞ്ഞു. ഡോക്ടർ പറയുന്നു ഈ ഗുളിക സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ വയറുവേദന വരുന്നില്ല എന്ന് പറയുന്നു. ഇതിനൊക്കെ നമുക്കൊരു കഴിക്കുന്ന മരുന്നിന് ഒരു ബെനിഫിറ്റ് കാണാൻ സാധിക്കും. അതുകൊണ്ട് രോഗിക്ക് മരുന്ന് എടുക്കാനും മരുന്ന് എടുത്ത് രോഗത്തെ കൺട്രോൾ ചെയ്ത് വെക്കാനും ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. വയറുവേദന വരാതിരിക്കുമ്പോൾ ആ മരുന്ന് കഴിച്ചാൽ എനിക്ക് വയറുവേദന വരുന്നില്ല, അല്ലെങ്കിൽ പ്രഷറിനുള്ള മരുന്ന് കഴിച്ചാൽ പ്രഷർ കൂടത്തില്ല, പ്രഷർ പോയി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ നോർമൽ. അപ്പോൾ രോഗിക്ക് ഈ ഗുളികകളെല്ലാം കഴിക്കുന്നതുകൊണ്ട് ഒരു ബെനിഫിറ്റ് തോന്നുന്നു. പക്ഷേ ഗ്ലോക്കോമയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ രോഗിക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം സിംറ്റംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രോഗിക്ക് ഗ്ലോക്കോമയുടെ മരുന്ന് ഒഴിച്ചതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി, കാഴ്ചയിൽ വ്യത്യാസമുണ്ടായോ, ഇതൊന്നും തിരിച്ചറിയാൻ രോഗിക്ക് പലപ്പോഴും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ രോഗിക്ക് മരുന്നുമായി സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ തുടരെയുള്ള ചെക്കപ്പുകൾ വളരെ അത്യാവശ്യമാണ്. തുടരെയുള്ള ചെക്കപ്പുകൾ ഡോക്ടറിൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെയ്താൽ ഒന്ന് പ്രഷർ കുറയുന്നുണ്ടോ, പ്രഷർ തുടങ്ങി ആദ്യം മരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള പ്രഷർ തന്നെയാണോ ഇപ്പോഴത്തെ പ്രഷർ, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞോ എന്നുള്ളൊരു വസ്തുത രോഗിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകൾ, വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കാനിങ് ടെസ്റ്റുകൾ, OCT, HRT, GDS, ഇതിനകത്തൊക്കെ ഒരു ഗ്രാഫ് കമ്പ്യൂട്ടറിന് തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രോഗി ചികിത്സ എടുത്തില്ലായിരുന്നെങ്കിൽ എത്രമാത്രം കാഴ്ച നഷ്ടപ്പെട്ടേനെ, രോഗി ചികിത്സ എടുത്തത് കൊണ്ട് എത്രമാത്രം ഇപ്പോൾ കാഴ്ച സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 1-2 ടെസ്റ്റുകൾ കൊണ്ട് സാധിക്കില്ല, നേരെ മറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 5 to 6 ടെസ്റ്റ് എങ്കിലും വേണം. അതിൽ നിന്ന് ഒരു ഗ്രാഫ്, ഇപ്പോൾ വിഷ്വൽ ഫീൽഡ്സിലാണെങ്കിൽ വിഷ്വൽ ഫീൽഡ് ഇൻഡെക്സിൻ്റെ ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഗ്രാഫ് വെച്ചിട്ട് രോഗിയെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, നിങ്ങൾ മരുന്ന് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചയുടെ ഇത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ടായിരിക്കും, മരുന്ന് എടുത്തത് കൊണ്ട് നിങ്ങളുടെ കാഴ്ച ഇത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് മരുന്ന് എടുത്തതിൻ്റെ ഗുണം രോഗിയെ മനസ്സിലാക്കി കൊടുക്കാൻ ഡോക്ടർക്ക് സാധിക്കും. അതുകൊണ്ട് രോഗി ഒരിക്കലും അല്ലെങ്കിൽ രോഗിയുടെ ഫാമിലി റിലേറ്റീവ്സ് ഒരിക്കലും മരുന്ന് ഒഴിച്ചിട്ടിൽ ഗുണം കണ്ടില്ല, ഗുണം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് മരുന്ന് സ്വമേധയെ നിർത്താൻ ഇടവരരുത് എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ആരൊക്കെ ഈ ഗ്ലോക്കോമ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത പോയിന്റ്. ഫാമിലിയിൽ ആർക്കെങ്കിലും, സ്വന്തം ഫാദർ, മദർ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ആർക്കെങ്കിലും ഗ്ലോക്കോമ എന്നുള്ള സിംറ്റംസ് അല്ലെങ്കിൽ അസുഖങ്ങൾ മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഗ്ലോക്കോമയുടെ ടെസ്റ്റുകൾ, അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. കണ്ണിൽ മുമ്പ് എപ്പോഴെങ്കിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. കാരണം ട്രോമ ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമയും ഉണ്ടാകാറുള്ളത് പതിവാണ്. കൂടാതെ കണ്ണിൻ്റെ ഉള്ളിൽ സ്റ്റിറോയിഡ് ഡ്രോപ്സ് അല്ലെങ്കിൽ ശരീരത്തിൽ അല്ലാതെ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന രോഗികളാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് കണ്ണിൻ്റെ പ്രഷർ ഇടയ്ക്കൊരിക്കലെങ്കിലും ചെക്ക് ചെയ്യേണ്ടതാണ്. ഡയബറ്റീസ് ഉള്ള രോഗികൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. തൈറോയിഡ് ഡിസീസ് ഉള്ളവർ ഇടയ്ക്കൊന്ന് കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം. കൂടാതെ എല്ലാ 40 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിയും വൺസ് ഇൻ എ ഇയർ കണ്ണിൻ്റെ പ്രഷർ ഒന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ ഡോക്ടറെ സമീപിക്കുക. അവിടെ ചെറിയ മെഷീനുകൾ ഉണ്ടാവും കണ്ണിൻ്റെ ഉള്ളിൽ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി. കാറ്റടിച്ച് കണ്ണിൻ്റെ മുകളിൽ ഒരു എയർ പഫ് അടിച്ച് അതിൽ നിന്ന് തന്നെ നോൺ കോണ്ടാക്റ്റ് വഴി കണ്ണിനെ സ്പർശിക്കുക പോലും ചെയ്യാതെ കണ്ണിൻ്റെ പ്രഷർ നമുക്ക് അളക്കാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റ്, നിങ്ങൾക്ക് വേറെ കണ്ണിനകത്ത് ഒരു ഡാമേജും വരാത്ത രീതിയിൽ നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രഷർ ഇത്രയാണ്
എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പറ്റും. യൂഷ്വൽ ഒരു കണ്ണിൻ്റെ ഉള്ളിലത്തെ പ്രഷർ ഒരു സാധാരണ വ്യക്തിക്ക് 22 millimeters ഓഫ് മെർക്കുറിയുടെ അടിയിലായിരിക്കും. ഈ 22-നേക്കാളും കുറവാണെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ അവസ്ഥയും കൂടെ കണക്കിലെടുത്ത് ഒരു രോഗിക്ക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഗ്ലോക്കോമയുടെ ഫർദർ ചെക്കപ്പുകൾ വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഡോക്ടർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞത് വഴി നിങ്ങൾക്ക് ഗ്ലോക്കോമയെ പറ്റി കുറച്ചും കൂടെ അറിയാൻ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കുടുംബത്തിലുള്ളവരെയും 40 വയസ്സിന് മുകളിലുള്ളവരെയും കണ്ണിൻ്റെ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അതിന് വേണ്ട രീതിയിലുള്ള ചെക്കപ്പുകൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഡ്രോപ്സ് ഉപയോഗിക്കുന്ന ഗ്ലോക്കോമ രോഗികൾ അത് ഉപയോഗിക്കാൻ മടി കാണിക്കരുതെന്നും അത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം നിർത്തുകയോ കൂട്ടുകയോ ചെയ്യണം എന്ന് മാത്രം ഞാൻ ഉപദേശിക്കുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഗ്ലോക്കോമയെക്കുറിച്ച് അറിവ് നൽകാൻ എനിക്ക് സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.